വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സ്ത്രീ അറസ്റ്റിൽ. ശാസ്തമംഗലം ബ്രൂക്ക് പോർട്ട് ട്രാവൽസ് ഉടമ ഡോൾസി ജോസഫൈൻ സജുവിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൂറുകണക്കിന് യുവാക്കളിൽ നിന്ന് 5 കോടി രൂപ തട്ടിയെടുത്ത വാർത്ത പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. എന്ത് ചെയ്യണോ പറ്റാന്ന് രാവിലെയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുന്നോട്ട് പോകാനായിട്ടൊരു മാർഗ്ഗം ഇല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഇവിടുന്ന് സ്റ്റേഷനിൽ തന്നെ വിളിച്ചറിയിച്ചു. അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. എനിക്ക് മൊത്തം നഷ്ടമായത് 7 ലക്ഷം രൂപയാണ്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്ക് നഷ്ടമായത് മൊത്തം 8 ലക്ഷം രൂപയാണ്. പിന്നെ ഒരു ലേഡിയുണ്ട്, അവർക്ക് മൊത്തം 10.5. മൊത്തം നമ്മളെ അറിവിൻ പ്രകാരം 43 പേരോളമാണ് ഇവർ പറ്റിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഇതുവരെയുള്ള റിപ്പോർട്ട്. എല്ലാം 5 കോടിക്ക് മേളിലുണ്ടെന്നാണ് അറിഞ്ഞത്. ഇവരെ അന്വേഷിച്ചു. 2 ദിവസം മുന്നേ എരുമേലി സ്റ്റേഷനിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും എല്ലാവരും ഇവിടെ അന്വേഷിച്ച് വന്നിരുന്നു. അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇന്നലെയും ഈ സ്റ്റേഷനിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരു കേസിനെ കുറിച്ചൊരു ഇതോ ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത കേട്ടപ്പം വളരെയധികം സന്തോഷമുണ്ട്. മനസ്സിന് ഒരു ഇനി നമ്മളോ പറ്റിക്കപ്പെട്ടു, ഇനി ആരും ഇതിൽ പറ്റിക്കപ്പെടരുത്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഇത് എങ്ങനെയായിരുന്നു അറസ്റ്റ്? ഈ കേസിൽ ഇവർ മാത്രമാണോ പ്രതിയായിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ വിഷയം മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതിന് പിന്നാലെ നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയരായ ആളുകൾ രംഗത്തേക്ക് വന്നത്. വിവിധ ജില്ലകളിൽ നിരവധി പരാതികൾ, അതിൽ നിരവധി FIRകൾ, അങ്ങനെയാണ് ഈ കേസിന്റെ ഒരു ചിത്രം കിടക്കുന്നത്. അതിനുശേഷം ഇത് വാർത്തയായതിനു ശേഷം ഇവർ ഒളിവിൽ പോയതിനു ശേഷം ഇന്ന് ഇവരുടെ കമ്പനി ശാസ്തമംഗലത്തെ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ ബ്രൂക്ക് പോർട്ട് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇവർ ഇന്ന് പുലർച്ചെ എത്തിയ വിവരം ആ കെട്ടിടത്തിന്റെ ഉടമ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടുന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ചെയ്തത്. ഡോൾസി അതോടൊപ്പം തന്നെ മകൻ രോഹിത് എന്നിവരാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനകത്തുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥാപനത്തിന്റെ മറവിൽ നടന്നത് വലിയ തട്ടിപ്പ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടികളുടെ തട്ടിപ്പ്, അതായത് UK, USA, കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് യുവാക്കളെ കൊണ്ടുപോകാം, യുവതികളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ശേഷം പിന്നീട് അവരെ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ പണം തിരികെ ആവശ്യപ്പെട്ടവർക്കെതിരെ പരാതി കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം വാർത്തയാക്കിയതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെയും അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരാതി നൽകുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും അവർക്കെതിരെയുള്ള നടപടി കൂടുതൽ ശക്തമാവുകയാണ്. അതിന്റെ ആദ്യപടിയായാണ് അറസ്റ്റ്. ഈ അറസ്റ്റ് ഉണ്ടായതിൽ പിന്നെ ഈ പണം തിരികെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ എന്തായാലും ഈ പരാതി കൊടുത്ത ആളുകൾക്ക് മറ്റൊക്കെ വന്നിട്ടുണ്ട്. അവർ നേരത്തെ നമ്മളോട് സംസാരിച്ച മഹേഷ് എന്ന് പറയുന്ന ആൾ 7 ലക്ഷം രൂപ പോയ ആളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന പല ആളുകളും, ഈ അറസ്റ്റ് വിവരം പറഞ്ഞ് ഇവിടേക്ക് എത്തിയ പല ആളുകൾക്കും 10 ലക്ഷം രൂപ വരെ പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള വലിയൊരു തട്ടിപ്പ് നടത്തിയ 2 പ്രതികളെയാണ് ഇപ്പോൾ എന്തായാലും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മോത്തി. ശരി അമൽ.